ഭാഗ്യം പോലും നമുക്ക് ലഭിക്കുന്നു. ഒരു മനുഷ്യന്റെ ആയുസ്സില് ഇതുപോലൊരു ചടങ്ങിൽ ഇനി പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഫാദറും അതുപോലെ നമ്മുടെ തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ തിരുമേനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നാടിന്റെ സന്തോഷാണിത്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് നമ്മൾ എല്ലാം കൊണ്ടും ചേർത്ത് പിടിക്കേണ്ട, നമ്മളുടെ ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു സമയമാണ്, സന്ദർഭമാണിത്. പ്രത്യേകിച്ച് ഇദ്രീസ് ഡോക്ടർ പന്തീരിക്കരയില് ഇങ്ങനെ ഒരു വീടിന് തുടക്കം കുറിക്കുമ്പോൾ, തണലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൽ 100% നമ്മളെയൊക്കെ കുറിച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്, നമ്മളെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷയുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് വിളിപ്പുറത്ത് നമ്മളൊക്കെ ഉണ്ടാകും എന്നുള്ള 100% വിശ്വാസത്തിലാണ് ഇങ്ങനെ ഒരു വീട്ടുകൂടൽ ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയോ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഷ ഏതാണ്? അറിയോ നിങ്ങൾക്ക്? ഏതാ ഭാഷ? ഒന്ന് പറഞ്ഞേ, ഏതാ ഭാഷ? ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഷ. ആംഗ്യ ഭാഷ ഒന്നുമല്ല, ആംഗ്യ ഭാഷയല്ല. പറയൂ. മലയാളമല്ല, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി അല്ല, ഉറുദു അല്ല, ഇതൊന്നുമല്ല, സംസ്കൃതം അല്ല, ഇതൊന്നുമല്ല. മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചതാണ്, ലോകത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഷയുടെ പേര് ഓണസ്റ്റി എന്നുള്ളത്. കരുണയാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഷ. The language which the deaf can hear and the blind can see. കാത് കേൾക്കാത്ത മനുഷ്യന് കേൾക്കാൻ പറ്റുന്നതും കണ്ണ് കാണാൻ പറ്റാത്ത മനുഷ്യന് കാണാൻ പറ്റുന്നതുമായ ഭാഷയുടെ പേരാണ് കരുണ. കരുണയുള്ളവരാവുക എന്നുള്ളത്. കരുണ ഒരു ഭാഷയാണ്. നിങ്ങൾക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണത്. നമ്മൾ ഈ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് അവരെ വിളിക്കുന്നു. they are specially abled. അവർ വ്യത്യസ്തരാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമ്മളിൽ നിന്നും പല രൂപത്തിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, കാണുന്നു, പെരുമാറുന്നു. അവരെ നമ്മൾ പല രൂപത്തിൽ ജീവിതത്തിന്റെ പല ഘട്ടത്തിലൂടെ അവരുടെ കൈ പിടിച്ചു പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ചേർത്ത് പിടിക്കുന്ന തണലിന്റെ ഭാഗമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, അവർ നമ്മളിൽ പെട്ടവരാ. അവർക്ക് വേണ്ടിയത് ദയൊന്നുമല്ല, അവർക്ക് അവരെ പോലെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ പോലെയുള്ള ആളുകളെ കാണുന്നത് അതേപോലെ കാണാനുള്ള മനസ്സ് യഥാർത്ഥത്തിൽ അവരുടെ അവകാശമാണ്. ആ മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈക്വൽസ് ആണ്, സമന്മാരാണ് എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ആദ്യം നമ്മളാണ് അത് ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമതായിട്ട് ഇവരെ നമ്മുടെ നോർമൽ ലൈഫിന്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കാനുള്ള പദ്ധതികളുമായിട്ട് സർക്കാരുകൾ മുന്നോട്ട് വരണം. ഇപ്പൊ നമ്മളുടെ പുതിയ സർക്കാർ ശ്രീ വി ഡി സതീശൻ എന്നുള്ള നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിച്ച് അവരെ സാധാരണ പൗരന്മാരായിട്ടുള്ള രൂപത്തിൽ അവരുടെ അവകാശങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ആ രൂപത്തിലുള്ള പദ്ധതികളും ആവിഷ്കാരങ്ങളുമാണ് നടത്തുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള CM-ന്റെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ശ്രീ ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ എല്ലാ തരത്തിലും ഇവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണ് ആവശ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മാതാപിതാക്കള്, രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ആ രൂപത്തിലുള്ള പരിഗണന കൊടുക്കണം. അവര് നമ്മളെ പോലെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു വരുന്ന ആളുകളാണ്. ഒരു പക്ഷെ സാധാരണ ജീവിതമായിരിക്കില്ല അവരുടേത്. കുറച്ചുകൂടെ കഷ്ടപ്പാടുകൾ അവർ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ചെയ്യുന്നുണ്ടാവും. അവര് സമ്പൂർണമായിട്ട് അവരുടെ ഡെഡിക്കേഷൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാകും. അപ്പം ഈ ആളുകളെ നമ്മൾ എല്ലാവർക്കും എന്തൊക്കെ രൂപത്തിൽ ഇവരെ സഹായിക്കാൻ പറ്റുമോ ആ രൂപത്തിൽ ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാടിന്റെ ഒരു ആളുകളായി, നാട്ടുകാരായിട്ട് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് ഇവരെ ഏറ്റെടുക്കാൻ നമ്മൾക്കൊക്കെ മനസ്സുണ്ടാവട്ടെ എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് മാറ്റം എവിടെയാ വേണ്ടത്, ചേഞ്ച് എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചതേ ഈ കുട്ടികളുണ്ടല്ലോ, ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവര് മാറണം എന്ന് നിങ്ങൾ പറയരുത്. അവരുടെ രക്ഷിതാക്കൾ മാറണം എന്ന് നിങ്ങൾ പറയരുത്. അവരെ സംരക്ഷിക്കുന്ന ആളുകൾ മാറണം എന്ന് നിങ്ങൾ പറയരുത്. മാറേണ്ടത് ആരാ?
മാറേണ്ടതാരാ? മാറേണ്ടത് ഞാനും നിങ്ങളുമാണ് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാവണം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ആദ്യമായിട്ട് നിങ്ങളെയൊക്കെ ഉണർത്താനുള്ളത്. ലോകം മൊത്തം മാറാണ്. ഇവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു. എന്തിനേറെ പറയണം, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന നാടുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. സൈന്യത്തിലെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ വരെ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിട്ട് പല രാജ്യങ്ങൾക്കും സേവനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പം ചെറിയ ആളുകളല്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുക. ആ രൂപത്തിൽ ഭംഗിയായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വീട്ടുകൂടല് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ നമ്മളുടെ സ്വന്തം നാട്ടിലെ വീട്ടുകൂടലായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ വലിയ കൂട്ടം ആളുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടേക്ക് വരിക, നിരന്തരം ഇവരെ കണ്ടുകൊണ്ടിരിക്കുക, ചേർത്ത് പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മധുരമുള്ള ഭാഷ, ആ ഭാഷ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, കരുണ എന്നുള്ള ആ മധുരമുള്ള ഭാഷയിലൂടെ ഒഴുകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, നാടിനെ കൂട്ടിപ്പിടിക്കാൻ നമ്മൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് വളരെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അവരുടെ വീട്ടുകാരായിട്ട് മാറാൻ നമ്മൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇങ്ങോട്ട് വന്നതിന്, ഈ നാട് തെരഞ്ഞെടുത്തതിന് പ്രത്യേകിച്ച് തണലിനോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് പുതിയ MLA എന്നുള്ള രൂപത്തിൽ എൻ്റെ എല്ലാവിധ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാവായിട്ട് ഞാൻ ഉണ്ടാകും, ഈ നാട്ടില് അവരുടെ രക്ഷാധികാരിയായിട്ട് ഞാൻ ഉണ്ടാകും എന്നുള്ള വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ദൈവനാമത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി. ജയ് ഹിന്ദ്.